എനിക്ക് ഇന്ന് സ്കൂളിൽ പോകണ്ട നിനക്ക്. സമയം എത്രയും നേരത്തെ നീ ഇങ്ങനെ കിടക്കുന്നേ? വാ എനിക്ക്. അയ്യോ അത് പറ്റത്തില്ല, ഇപ്പൊ തന്നെ വൈകി പോയേക്കാം. എണീറ്റേ, അമ്മയുടെ മോൾ എണീറ്റേ. സമയമില്ലടാ നമുക്ക്. എനിക്ക് സ്കൂളിലൊക്കെ പോകാനുള്ളതല്ലേ. എണിച്ച് ബ്രഷൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തേ. മമ്മി അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു വെക്കാം. പെട്ടെന്ന് എണീറ്റ് വാട്ടോ, ഇനി സമയം കളയരുത്. ഈ ബ്ലാങ്കറ്റ് ഒക്കെ അങ്ങ് മാറ്റിയിട്, അപ്പോ തന്നെ എണീക്കാൻ തോന്നും. എന്തോരം കാര്യങ്ങൾ ചെയ്താലേ സ്കൂളിൽ പോകാൻ പറ്റാ. എന്റെ കുഞ്ഞു കുളിക്കണം, പല്ല് വയ്ക്കണം, ഡ്രസ് മാറണം, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നോട് പറ്റൂല. ഈ പേര് ഇംഗ്ലീഷാട്ടോ. മിസ് വന്ന വർത്താനം പറഞ്ഞാൽ നമ്മളെല്ലാരും വഴക്കുറിയൂട്ടോ. ആരും സംസാരിക്കരുത്. റോസ്ലി ഇന്ന് വന്നോ? ഞാൻ വിചാരിച്ചു റോസ്ലി ഇന്ന് വരത്തില്ലാന്ന്. നിന്റെ മുറിവൊക്കെ മാറിയോ? നിനക്കിപ്പോ വേദനയ്ക്കുണ്ടോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മീനാക്ഷി, വേദനയൊക്കെ മാറി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഇന്ന് റോസ്ലി എത്തിയിട്ടുണ്ടല്ലോ. റോസ്ലി ഓക്കെ ആയില്ലേ? യെസ് മിസ്, ഐ ആം ഫൈൻ. ഓക്കെ ഗുഡ്. ഇനി സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കട്ടോ. റോസ്ലിയോട് മാത്രമല്ല എല്ലാവരോടും കൂടെ ഞാൻ പറയുന്നത്. എല്ലാവരും ഇനി ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് എടുത്തേ. കഴിഞ്ഞ ദിവസം എവിടം വരെ പഠിപ്പിച്ച് നിർത്തിയെന്ന് ഓർക്കുന്നുണ്ടോ? ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. എ ബി സി ഡി ഇവിടം വരെ പഠിപ്പിച്ചോളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലെറ്റേഴ്സ് എ ബി സി ഡി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡി കഴിഞ്ഞിട്ട് വരുന്ന 4 ലെറ്റേഴ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും പേജ് നമ്പർ 8 എടുത്തേ. 8 എടുത്തിട്ട് അതിൽ തന്നിരിക്കുന്ന പിക്ചർ കണ്ടോ? എന്ത് പിക്ചർ അവിടെ തന്നിരിക്കുന്നേ? യെസ്, എലഫന്റ്. ആ എലഫന്റിന്റെ അടുത്ത് നിങ്ങൾ ഒരു ലെറ്റർ എഴുതിയിരിക്കുന്ന കണ്ടോ? ആ ലെറ്റർ ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ടീച്ചർ നിങ്ങൾക്ക് ആ ലെറ്റർ കാണിച്ചു തരാട്ടോ. എല്ലാവരും മിസ്സിന്റെ കയ്യിലോട്ട് നോക്കിക്കേ. മിസ്സിന്റെ കയ്യിൽ എന്തായിരിക്കുന്നതെന്ന് നോക്കിക്കേ. ഈ ലെറ്റർ ആണ് ഇ. ക്യാപിറ്റൽ ലെറ്റർ ഇ. ഇ ഫോർ എലഫന്റ്. ഇനി നമുക്കിത് എങ്ങനെയാ എഴുതുന്നതെന്ന് നോക്കാം. ബോർഡിൽ എഴുതാട്ടോ. ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഫസ്റ്റ് ഡ്രോ സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. This letter is E. This is the letter E. Next letter ആണ് F. Capital letter F. എല്ലാവരും ടെക്സ്റ്റിലോട്ട് നോക്കിക്കേ. മിസ്സേ, F for കുറുക്കൻ. കുറുക്കൻ അല്ല, ഫോക്സ്. മതി മതി, എല്ലാവരും ചിരി നിർത്തിക്കേ. ഏഞ്ചൽ പറഞ്ഞത് തെറ്റൊന്നുമല്ല. ഫോക്സിന് മലയാളത്തിൽ കുറുക്കൻ തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെറ്റർ ഏതാണ്? എഫ്. നോക്കിക്കേ, ടീച്ചറിന്റെ കയ്യിൽ നിൽക്കുന്ന ലെറ്റർ ഏതാണ്? ഒന്നുകൂടി പറഞ്ഞേ, ഏതാണ്? യെസ്, ക്യാപിറ്റൽ ലെറ്റർ എഫ്. നമുക്കിനി എഫ് എഴുതാം. ഫസ്റ്റ് ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ, ദെൻ സ്ലീപ്പിംഗ് ലൈൻ, അഗൈൻ സ്ലീപ്പിംഗ് ലൈൻ. ഇവിടെ 2 സ്ലീപ്പിംഗ് ലൈൻ ഉള്ളൂ കേട്ടോ. ഇ പഠിച്ചു, എഫ് പഠിച്ചു അല്ലേ? E for elephant, F for fox. ആമിന ഒന്ന് ഉറക്കെ പറഞ്ഞേ, ടീച്ചർ കേക്കട്ടെ. E for elephant, F for fox. നെക്സ്റ്റ് പിക്ചർ കണ്ടോ എല്ലാവരും? എന്താ അത്? Giraffe. യെസ്, ജിറാഫ്. G for giraffe. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്ന നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? G. ക്യാപിറ്റൽ ലെറ്റർ G. എല്ലാവരും മിസ്സിന്റെ കയ്യിലോട്ട് നോക്കിക്കേ. മിസ്സിന്റെ കയ്യിലിരിക്കുന്ന ലെറ്റർ കണ്ടോ? ഇതാണ് ജി. ക്യാപിറ്റൽ ലെറ്റർ ജി. നമുക്കിനി ജി എഴുതാം. നമ്മൾ സി എഴുതാൻ പഠിച്ചിട്ടില്ലേ? അതേപോലെ ഒരു വലിയ കർവ് എടുക്കുക. ദെൻ മുകളിലോട്ട് വന്നിട്ടൊരു സ്ലീപ്പിംഗ് ലൈൻ, ദെൻ സ്റ്റാൻഡിംഗ് ലൈൻ. ക്യാപിറ്റൽ ലെറ്റർ ജി. ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്ന ലാസ്റ്റ് ലെറ്റർ ആണ് എച്ച്. ക്യാപിറ്റൽ ലെറ്റർ എച്ച്. എല്ലാവരും കണ്ടില്ലേ ക്യാപിറ്റൽ ലെറ്റർ എച്ച്? നമുക്കിനി ഇതിന്റെ ഒരു പിക്ചർ ഒന്ന് നോക്കിയാലോ? എല്ലാവരും പിക്ചർ കണ്ടോ? എച്ച് ഫോർ ഹോഴ്സ്. ലിസൺ ഹിയർ. നമുക്കിനി എച്ച് എഴുതാം. സ്റ്റാൻഡിംഗ് ലൈൻ,
സ്റ്റാൻഡിംഗ് ലൈൻ, then സ്ലീപ്പിംഗ് ലൈൻ. എച്ച്. ഇന്ന് നമ്മൾ പഠിച്ച 4 ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ഇ, എഫ്, ജി, എച്ച്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? മീനാക്ഷി ഇവിടെ വന്നേ, ഒന്ന് റീഡ് ചെയ്തേ ബോർഡിൽ നോക്കിയിട്ട്. E F G H. എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് എഴുതി പഠിക്കണം കേട്ടോ. നാളെ വരുമ്പോൾ നിങ്ങൾ റഫ് ബുക്കിൽ എഴുതി പഠിച്ചിരിക്കുന്നത് എന്നെ കാണിക്കുകയും വേണം. ഓക്കേ?